ക്വസ്റ്റ്യൻ ചെയ്യേണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം, ക്വസ്റ്റ്യൻ ചെയ്യണം. കാരണം ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴാണ് നമുക്ക് വൈഡ് വെറൈറ്റി ഓഫ് തിങ്കിങ് കിട്ടുക. അപ്പോൾ പിന്നെ രണ്ടുപേരും ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു റിസ്ക് എടുക്കുക എന്നുള്ളൊരു ഇതിലേക്ക് എത്തി. അപ്പോൾ ഞാൻ കരുതിയത് കുറച്ച് ബാക്കിലുള്ള സ്കോറാണ്, ഇപ്പോൾ ക്ലിനിക്കൽ സീറ്റ് കിട്ടാനുള്ള ചാൻസ് കുറവാണ്, അങ്ങനെയുള്ള രീതിയിലായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. അഥവാ കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധിതാണ്, അല്ലെങ്കിൽ പിന്നെ എടുത്തിട്ടില്ലെങ്കിൽ 2 ഇയർ ഔട്ട്, നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ ഹവേഴ്സ് വേറൊരാൾക്കും വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്, എന്നിട്ട് അവർക്ക് പൈസ ഉണ്ടാക്കി കൊടുത്തിട്ട് അതിൽ ചെറിയൊരു ഭാഗമാണ് നമുക്ക് കിട്ടുന്നത്. ഇന്ത്യയിലെ എല്ലാ കുട്ടികളും ബേസിക്കലി അതൊരു അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6-7 ടൈംസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് ചെയ്യാത്ത ഒരാൾ ബേസിക്കലി ഓൾറെഡി ഔട്ടാണ്. എപ്പോഴും കണ്ട ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളതല്ല, കാണാത്ത ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളതാണ്. ആ 1 മിനിറ്റിന്റെ ഉള്ളിൽ നമ്മൾ ഏതൊക്കെ തോട്ട്സിൽ പോകണം, 2 ക്വസ്റ്റ്യൻസ് അടക്കം കാണണം, 2 ക്വസ്റ്റ്യൻസ് കാണണം, 4 ഓപ്ഷൻ വായിക്കണം, 4 ഓപ്ഷനെയും പുറത്താക്കിയിട്ട് അതിന് ഒന്നിനെ കിട്ടണം. നമുക്കിപ്പോ ഔട്ട് ഓഫ് സിലബസ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഒന്നും വരാനില്ല. ഉള്ള കൺസെപ്റ്റിൽ തെറ്റുന്നുണ്ടോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളെ കണ്ടന്റ് ശരിയാക്കണ്ടോ എന്ന് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. അത് മാത്രം ആലോചിച്ചാൽ മതി. ഹലോ, നീറ്റ് MDS 2025 എക്സാമിൽ ഓൾ ഇന്ത്യ റാങ്ക് 595 മേടിച്ചു. 1 ഇയർ ഡ്രോപ്പ് എടുത്തു. നീറ്റ് MDS എക്സാമിൽ 2026 എക്സാമിൽ ഓൾ ഇന്ത്യ റാങ്ക് 193, ഓൾ ഇന്ത്യ INACT റാങ്ക് 40 മേടിച്ച ഡോക്ടർ നിയാസാണ് നമ്മൾ കൂടെ ഉള്ളത്. സോ നിയാസിൻ്റെ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ജേണിയാണ്. ഒരു ഫസ്റ്റ് ഇയറിൽ നല്ലൊരു റാങ്ക് കിട്ടി, ഡ്രോപ്പ് എടുത്തു, ഇഷ്ടപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി വർക്ക് ചെയ്തു, ഇന്ന് അത് അച്ചീവ് ചെയ്യുന്ന രീതിയിൽ നിയാസ് എത്തിയിട്ടുണ്ട്. സോ നിയാസ്, വെൽക്കം നമ്മുടെ ഈ ഒരു ചെറിയ നമ്മുടെ സെഷനിലോട്ട്. സോ നിയാസിനോട് എനിക്ക് ആദ്യം ചോദിക്കാനുള്ള കാരണം, ജേണി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, എവിടെയാണ് UG പഠിച്ചത്, എങ്ങനെയാണ് ഞാൻ 2018 ബാച്ചായിട്ട് UG ഗവൺമെൻറ് ഡെന്റൽ കോളേജ് കാലിക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ 2025 നീറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നമ്മളുടെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് ഒക്ടോബറിൽ ഇത് കഴിഞ്ഞു. അതിനുശേഷമാണ് ഞാൻ അത് ശരിക്കും പ്രിപ്പറേഷൻ തുടങ്ങിയത് 2025 വേണ്ടിയിട്ട്. അപ്പോൾ ഡിസംബറിലൊക്കെ ആയപ്പോഴേക്കും ഞാൻ ക്ലാസ്സസ് കേട്ട് ഒരു ജാനുവരി ആക്കിയപ്പോഴേക്കും ആ 2 മന്ത്സ് കംപ്ലീറ്റ് ആയിട്ട് ക്ലാസ് കേട്ട് തീർത്തിട്ടാണ് പിന്നെ ഫുള്ള് ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിലാണ് 2025 ഞാൻ അറ്റൻഡ് ചെയ്തത്. അതും ഇതുപോലെ തന്നെ ഈ വർഷം നടന്ന പോലെ തന്നെ ഒരു 2 മന്ത്സ് ഒരു എക്സ്ട്രാ കിട്ടി. മാർച്ചിൽ ഫെബ്രുവരിയിലൊക്കെ പറഞ്ഞിട്ട് പിന്നെ വീണ്ടും ഏപ്രിലാണ് എക്സാം നടന്നത്. അങ്ങനെ ആ ടൈമിൽ അറ്റൻഡ് ചെയ്തപ്പോൾ 595 കിട്ടി. അവിടുന്ന് 595 കിട്ടി. എന്തുകൊണ്ടാണ് ഒരു ഡ്രോപ്പ് എടുക്കണം, ആ ഒരു സമയം എങ്ങനെയാണ് മാനേജ് ചെയ്തത്? 595 കിട്ടി. അപ്പോൾ ഞാൻ കരുതിയത് കുറച്ച് ബാക്കിലുള്ള സ്കോറാണ്, ഇപ്പൊ ക്ലിനിക്കൽ സീറ്റ് കിട്ടാനുള്ള ചാൻസ് കുറവാണ്, അങ്ങനെയുള്ള രീതിയിലായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. പിന്നെ കഴിഞ്ഞ കുറിക്കത്തെ കൗൺസിലിംഗ് ഒക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് ലാസ്റ്റ് ആയപ്പോഴേക്കും എനിക്ക് തോന്നി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത്. പിന്നെ ഞാനും കഴിഞ്ഞ കുറി പറഞ്ഞതാണ്, ഞാൻ മുമ്പ് ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ എൻ്റെ വൈഫും ഉണ്ടായിരുന്നു. അവള് ടീഡോ വിജയവാഡ കയറി ജോയിൻ ചെയ്തു. അപ്പൊ പിന്നെ രണ്ടുപേരും ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു റിസ്ക് എടുക്കുക എന്നുള്ളൊരു ഇതിലേക്ക് എത്തി. എന്തായാലും ഒരു വർഷം കൂടി റിസ്ക് എടുത്ത് നല്ല റാങ്കിലോട്ട് എത്താന്നുള്ളൊരു കാര്യത്തിലോട്ട് എത്തി എന്നുള്ളത് ഞാൻ കുറെ ചിന്തിച്ചിട്ടുണ്ട് ഇതിന്റെ ബാക്കിൽ. അതായത് ഒരു 595 കഴിഞ്ഞൊരുക്കത്തെ കൗൺസിലിംഗിൽ വന്നപ്പോൾ ലാസ്റ്റ് റാങ്ക് കയറിപ്പോയത് 596 or 7 എങ്ങാനാണ്. അത് ഞാൻ ലാസ്റ്റ് ആ പെരിയോ കൊടുത്തത് ഹൈദരാബാദിൽ ലാസ്റ്റ് കയറിപ്പോയത്. അത് ലാസ്റ്റ് മിനിറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് 5 മണിക്ക് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ 4 മണിക്കാണ് ഞാൻ അതിൽ നിന്ന് ക്യാൻസൽ ചെയ്യുന്നത്. പെരിയോനെ ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കിയത്. ക്ലിനിക്കൽ സീറ്റ്സ് കിട്ടുമായിരുന്നു, ബട്ട് കുറച്ചും കൂടി ബെറ്റർ റാങ്കിലോട്ട് മൂവ് ചെയ്യണമെന്ന് കരുതി. അഥവാ കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധിതാണ്, അല്ലെങ്കിൽ പിന്നെ എടുത്തിട്ടില്ലെങ്കിൽ 2 ഇയർ ഔട്ട്, നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ സംസാരിച്ചു, ഇവളോട് സംസാരിച്ചു, പിന്നെ ഇവളെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും ഒക്കെ ചെയ്യുന്നതിൽ ഇങ്ങനത്തെ പിന്നീടൊരു റിഗ്രറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് വരണ്ട എന്നുള്ളത് കൊണ്ട് അറ്റൻഡ് ചെയ്തോ എന്നുള്ളത് തന്നെയായിരുന്നു. സപ്പോർട്ട് ഉണ്ടായിരുന്നു നല്ലോണം. ഇപ്പോൾ നല്ല റാങ്ക് 595 എന്നുള്ള നല്ല റാങ്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഡ്രോപ്പ് എടുത്ത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഇഷ്യൂസ് എന്തൊക്കെയായിരുന്നു? ഡ്രോപ്പ് എടുത്ത് അത് വേറെ മെന്റാലിറ്റി ആണ്. ശരിക്കും ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴൊക്കെ അവൾ അവിടെ ആയിരുന്നു. അപ്പോൾ അവൾക്കൊരു സപ്പോർട്ടിന് വേണ്ടി അങ്ങോട്ട് പോയി വിജയവാഡ, അവിടെ നിന്നിട്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പഠിക്കുന്ന സമയത്ത് അവള് രാവിലെ 9 മണിക്ക് പോവും, 5 മണിക്ക് എത്തുള്ളൂ. അപ്പോൾ നമുക്ക് പഠിക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. പക്ഷെ നമ്മൾ ഇരിക്കുന്ന പോലെയൊന്നല്ല, അവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ ഞാൻ പ്രിഫർ ചെയ്യില്ല. കാരണം ഒരാളെങ്കിലും സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് മുന്നോട്ട് ഇങ്ങനെ പോകുമ്പോൾ. എപ്പോഴും ഒരു ഡൗൺഫാൾസ് ഉണ്ടാവും, അപ്പ് ഉണ്ടാവും, അത് കോമൺ ആണ്. അപ്പൊ അതിൽ പൊക്കാൻ ഒരാൾ വേണം. എന്റെ കേസിലാണെങ്കിൽ ഓള് എല്ലാ ദിവസവും വന്നിട്ട് അവളുടെയും പറയും, പക്ഷെ എന്നോടും ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും ഭയങ്കരമായിട്ട്. അതുപോലെ ആരും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ കുറെ പേര് ഞാൻ കണ്ടിട്ടുണ്ട് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. അവരുടെ മെന്റാലിറ്റി ഒക്കെ ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര
ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതായത് ആ ഡൗണിന്ന് വീട്ടുകാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു 10 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ജസ്റ്റ് 10 മിനിറ്റ് വർത്താനം പറയാനേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവരുടെ മൈൻഡിൽ കൂടെ ഒക്കെ ഭയങ്കര എന്തൊക്കെയായിരിക്കും പോയിട്ടുണ്ടാവും. കാരണം ഇന്നലെ എക്സാം എഴുതിണ്ടാവും, അതിൽ ബാക്കായിരിക്കും. അങ്ങനെയാണ് പോയത്. ഈ നീറ്റ് MDS പ്രിപ്പറേഷൻസ് എന്നുള്ള സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമൊന്നുമല്ല, മാൻഡേറ്ററി അല്ല. എന്താ പറയുക, ക്ലിനിക്കൽ ഓപ്ഷൻസ് ഉണ്ട്, ഡിഫറൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നിയാസ് MDS തന്നെ എടുക്കണം എന്നുള്ളൊരു തീരുമാനത്തിലെത്താൻ കാരണം? അത് ഞാൻ ആദ്യം കരുതിയിരുന്നത്, അതായത് മുമ്പ് എൻട്രൻസ് എഴുതിയെന്നാണ്, ഇനിയൊരു എൻട്രൻസിലോട്ട് ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മൾ കളിച്ച് നടക്കുന്നു, ഇന്റേൺഷിപ്പ് കഴിയുന്ന സമയത്താണ് നമ്മളൊരു തോട്ട്സ് എടുക്കുന്നത്. അതായത് ഞാൻ കുറച്ചു കാലം GP ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. GP ഒക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ശരിക്കും വെരി ലോ, അണ്ടർപെയ്ഡ് ആണ്. അപ്പൊ ആ അണ്ടർപെയ്ഡ് ചെയ്തിട്ട് നമ്മളുടെ ഹവേഴ്സ് വേറെ ഒരാൾക്കും വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അവർക്ക് പൈസ ഉണ്ടാക്കി കൊടുത്തിട്ട് അതിൽ ചെറിയൊരു ഭാഗമാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ കൊടുക്കുന്നത് എനിക്കൊരു ഫെയർ ആയി തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഒന്നും കൂടി അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് MDSലോട്ട് പോകുന്നത്. ഈ കോളേജ് സമയങ്ങളിലൊക്കെ എന്തെങ്കിലും MDSന് വേണ്ടി പ്രിപ്പറേഷൻസിന്റെ ഇൻവോൾവ് ചെയ്തിരുന്നോ? എങ്ങനെയാണ്? പറഞ്ഞാല് ഞാൻ ഈ ഇന്റേൺഷിപ്പിന്റെ ലാസ്റ്റ് ടൈമിലാണ് ഞാൻ ഇത് തുടങ്ങുന്നത്. അത് ഇവളുടെ കൂടെ ഇവക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു ഫസ്റ്റ്. അപ്പൊ ആ സമയത്ത് ഇവിടെ നിന്നൊരു ഓഫർ ഉണ്ടായിരുന്നു. അപ്പൊ അവൾ ഓൾറെഡി ജോയിൻഡ് ആയിരുന്നു. പിന്നെ ഇവിടെ ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ രണ്ടുപേർക്ക് കൂടെ ഒരുമിച്ച് നോക്കാന്നുള്ള മൈൻഡ് ആയിരുന്നു അന്ന്. ഈ MDSന്റെ പ്രിപ്പറേഷൻസിൽ ക്വാളിറ്റി ഓഫ് ടൈമിനാണോ ക്വാണ്ടിറ്റി ഓഫ് ടൈമിനാണോ ഇമ്പോർട്ടൻസ്? ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ഉറപ്പാണ് ക്വാളിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. പക്ഷെ അതിനനുസരിച്ച് ക്വാണ്ടിറ്റിക്ക് ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ളതല്ല. അതൊക്കെ ഓരോരുത്തരുടെ ബ്രെയിൻ അനുസരിച്ചാണ്. ചില ആൾക്കാരുടെ ബ്രെയിൻ വയർ ചെയ്തേക്കുന്നത് ഷോർട്ട് ടൈമിൽ തന്നെ ഭയങ്കര ക്യാപ്ചർ ചെയ്യാനായിരിക്കും. പക്ഷെ മെജോറിറ്റി ആൾക്കാരും റിപ്പീറ്റേഷൻ ചെയ്യേണ്ടി വരും. ഇപ്പൊ എൻ്റെ കുറെ ഫ്രണ്ട്സ് തന്നെ ഉണ്ട്. ചില ആൾക്കാർ 6 മണിക്കൂറൊക്കെ പഠിക്കുന്നുണ്ടാവുള്ളൂ. അവരതിൽ തന്നെ ബ്രെയിൻ ചെയ്തിട്ട് വയർ ചെയ്തെടുക്കും. അപ്പൊ എൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ കുറെ സമയം ഇരിക്കണം. ഇപ്പൊ എത്ര പഠിച്ച സാധനമാണെന്നുണ്ടെങ്കിലും കുറെ സമയം ഇരിക്കണം. ഞാനൊക്കെ ഒന്നും ചെയ്യാനില്ലല്ലോ, അവിടെ പോയിട്ട് വെറുതെ ഇരുന്ന് പഠിക്കാന്നുള്ളതാണ്. അപ്പൊ ഒരു 16 hour നമ്മൾ ഇരിക്കും. എന്നാലും നമുക്കൊരു 14-13 hour കിട്ടുള്ളൂ, പ്രൊഡക്റ്റീവായിട്ട് കിട്ടുള്ളൂ. അപ്പൊ ബാക്കി നമ്മൾ നോക്കുമ്പോ 16 hour നമ്മൾ പഠിക്കുന്നുണ്ട്. ബാക്കി ശരിക്കും 12, 13, ചിലപ്പോൾ 10 കിട്ടുന്നുണ്ടാവുള്ളൂ. ടാർഗറ്റ് ചെയ്യേണ്ടത് എപ്പോഴും കുറച്ചും കൂടി അപ്പറായിട്ട് ടാർഗറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ 12 hours പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 14 hours എങ്കിലും നമ്മൾ ഡെയിലി ഇരിക്കാനുള്ള ഒരു സ്പെസിഫിക്കേഷൻ കൊണ്ടുവരണം, മെന്റാലിറ്റിയിൽ കൊണ്ടുവരണം. എന്നാലേ ഉള്ളൂ നമുക്ക് 12 പ്രൊഡക്റ്റീവായി കിട്ടുള്ളൂ. 12, 10 കിട്ടണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടേ നമ്മളിങ്ങനെ റിയലൈസ് ചെയ്യുക നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ അല്ല ചെയ്യുന്നത്, വേറെ എന്തോ ആലോചിക്കണം. അപ്പൊ നമ്മൾ അങ്ങനെ കുറച്ച് അങ്ങനെ സമയം അങ്ങനെ പോകും. അപ്പൊ നമ്മൾ ഈ 12 hours കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു 14 hours നമ്മൾ പ്ലാൻ ചെയ്യണം. ഇപ്പൊ 14 hours ഇരുന്നാലേ ഉള്ളൂ 12 hours ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. പിന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ സമയത്തും അത്ര ഇരിക്കാൻ കഴിയൂല. ഒരു മനുഷ്യന്മാരല്ലേ, റോബോട്ടുകളോ ഒന്നും അല്ലല്ലോ. അപ്പൊ എന്തായാലും ഇടക്കിടക്ക് ലോ ഹൈ ഉണ്ടാവും. ലോയില് പെട്ടുപോകാൻ പറ്റൂല. അതിനാണ് ഞാൻ പറഞ്ഞത് ഒറ്റയ്ക്ക് ഇരുന്ന് പ്രിപ്പയർ ചെയ്യുന്നത് പ്രിഫർ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് നമ്മളെ മെന്റർ ചെയ്യാനൊക്കെ ആൾക്കാരുള്ള കൂട്ടം ഭയങ്കര കൂടുതൽ ആൾക്കാരാവാനും പറ്റൂല. ഒരു 2-3 അതേ ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ. കാരണം കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞാല് എല്ലാവരുടെയും ഒരു കൂട്ടം വന്നു കഴിഞ്ഞാൽ നമ്മൾ പതിയെ അതിനുള്ള ടൈമും കൂടെ ഇതിന്ന് സ്പെൻഡ് ചെയ്യും. അപ്പോൾ എപ്പോഴും ഒറ്റക്കാവണം, പക്ഷെ കൂടെ ഒരാളും കൂടെ വേണം. 1, 2, 3 ആൾക്കാരൊക്കെ മാക്സിമം. നമ്മൾ കോച്ചിങ് ഒക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തിനാണ് കുട്ടികൾ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത്? എങ്ങനെയാണ് ഒരു സെലക്ഷൻ? എന്താണ് നിയാസിന്റെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയാണ് വരേണ്ടത്? ഞാൻ 2024 മുതലാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 24 മുമ്പ് അല്ലെങ്കിൽ 23 മുമ്പൊക്കെ നോക്കുമ്പോൾ ശരിക്കും പൾസ് എന്ന് പറഞ്ഞത് ബുക്ക് ഓറിയന്റഡ് ആയിട്ടാണ് സ്റ്റഡിയൊക്കെ പോകുന്നത്. പക്ഷെ പൾസ് പഠിക്കണം. കാരണം ഇന്ത്യയിലെ എല്ലാ കുട്ടികളും ബേസിക്കലി അതൊരു അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6-7 times ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ചെയ്യാത്ത ഒരാള് ബേസിക്കലി ഓൾറെഡി ഔട്ടാണ്. കാരണം അതിൽ നിന്നുള്ള കൺസെപ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂല. അപ്പൊ അത് ബേസ് ലൈനാണ്. അത് എന്തായാലും എല്ലാവരും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ബേസിക്കലി ഇപ്പൊ എക്സാം പാറ്റേൺസ് പുതിയ ഇവരൊക്കെ വന്നത് കൊണ്ട് ഇവരുടെ ബേസിക്കലി കൺസെപ്റ്റ് ഓറിയന്റഡ് ആണ് ക്വസ്റ്റ്യൻസ് മൊത്തം പോകുന്നത്. ക്വസ്റ്റ്യൻ ചെയ്യണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം, ക്വസ്റ്റ്യൻ ചെയ്യണം. കാരണം ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴാണ് നമുക്ക് വൈഡ് വെറൈറ്റി ഓഫ് തിങ്കിങ് കിട്ടുക. പക്ഷെ ആ തിങ്കിങ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ബേസിക്കലി അതിനെക്കുറിച്ച് പെരിഫറലിൽ വന്നാലുള്ളൂ. അല്ലാണ്ട് ഒറ്റയടിക്ക് ക്വസ്റ്റ്യൻ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക് ത്രോ അറിയില്ല. നമ്മൾ അതിനെക്കുറിച്ച് പുറത്തൊന്ന് അറിഞ്ഞിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ കയറാൻ. അല്ലാണ്ട് വെറും പൾസ് ചെയ്ത് പോയാലും കിട്ടൂല. ഈ കോൺസെപ്ച്വൽ ലേണിംഗിൽ പാട്ടിന്റെ ക്ലാസ്സസ് എത്രയോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? കോൺസെപ്റ്റിൽ ഞാൻ എല്ലാവരോടും പറയുന്നതാണ്, തിയറി അല്ലെങ്കിൽ ഇവരുടെ കൺസെപ്റ്റ് ഇവർ ഭയങ്കര ഷെഡ്യൂൾഡ് ആയിട്ടാണ്. അതായത്
തുടക്കം ഒരു സബ്ജക്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനൊരു സ്റ്റാർട്ടിങ് ഉണ്ട്, ഒരു എൻഡിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു സബ്ജക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പകുതി വെച്ച് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഓൾറെഡി പകുതിയിലാണ് നിൽക്കുന്നത്, ബാക്കി പകുതി നമുക്ക് പഠിക്കാനുണ്ടെന്നുള്ളതാണ്. അല്ലാണ്ട് നമ്മൾ റാൻഡമായിട്ട് കുറേ ടോപ്പിക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും റാൻഡമായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ മാസം പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത മാസമായിരിക്കും അടുത്ത റൗണ്ട് പോകുന്നുണ്ടാവും. ആ സമയത്ത് നമുക്ക് അതിൻ്റെ ബാക്കിയാണ് പഠിക്കാനുള്ളതെന്ന് അറിയില്ല, എവിടെ നിർത്തിയെന്ന് അറിയില്ല. അപ്പോൾ അതിലൊരു ഹോൾനെസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന ബ്രാറ്റിയാണ്. അതായത് താഴെ മുതൽ മുകൾ വരെ കൺസെപ്റ്റ് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. ഞാനൊക്കെ OMFS പറഞ്ഞ ക്ലാസ് ഞാൻ 2025 പ്രിപ്പയർ ചെയ്യുമ്പോൾ മാത്രം കണ്ടതാണ്. അതായത് ആ സമയത്ത് കിട്ടിയ കൺസെപ്റ്റുകളുടെ പ്രത്യേകതയാണത്. അത് തലയിൽ കയറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ബ്രഷപ്പ് ചെയ്താൽ മതി. ജസ്റ്റ് ഇങ്ങനെ ആ പേജ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അതിങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ബേസിക്കലി ഇപ്പോൾ ഒക്കെ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് എല്ലാ എക്സാം പോകുന്നത്. ഇപ്പോൾ ഇത് മാത്രമല്ല, MDS മാത്രമല്ല, എല്ലാ എക്സാംസും കൺസെപ്റ്റിലോട്ട് പോവുകയാണ്. ഓക്കെ, കൺസെപ്റ്റൽ ലേണിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ നിയാസ് പറഞ്ഞു 2025 കുറേയൊക്കെ ക്ലാസ് കണ്ടു തീർത്തത്. 2026 എങ്ങനെയായിരുന്നു പ്രിപ്പയർ ചെയ്യുന്നത്? കുറേ ക്ലാസ് എല്ലാം കണ്ടു തീർന്നിട്ടുണ്ട്. 2026 പ്രിപ്പറേഷൻസ് കംപ്ലീറ്റ്ലി എങ്ങനെയായിരുന്നു? 2026 എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഞാനായിട്ട് തന്നെ പഠിച്ചതാണ്. ഓൾറെഡി എനിക്ക് ബേസ് സെറ്റായി. 25 ഞാൻ ബേസിക് കൺസെപ്റ്റ് എന്നുള്ള എനിക്ക്, അതായത് ഒരു ക്യാപ്സ്യൂൾ പോലെയാണ്. അതിന്റെ പുറത്തുള്ളതെന്ന് നമുക്ക് അറിയുന്നുണ്ടല്ലോ, പക്ഷെ ആ സബ്ജക്റ്റ് എന്താണ്, അതിലെന്താണ് ഉൾക്കൊള്ളുന്നത് എന്നുള്ള ബേസ് നമുക്ക് അറിയാം. പിന്നെ നമ്മൾ 2026 മെയിനായിട്ട് പ്രിഫറൻസ് കൊടുത്തത് എക്സാംസിന് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ്, കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുക, വൈഡ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. എപ്പോഴും കണ്ട ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതല്ല, കാണാത്ത ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനാണ് ഞാൻ ശരിക്കും പ്രിഫർ ചെയ്യുന്നത്. ഞാൻ ആരോട് പറയുകയാണെങ്കിലും ഇപ്പോൾ നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിക്കായിക്കോട്ടെ, അതിനെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ വേറെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ക്വസ്റ്റ്യൻ സെറ്റ് അല്ല, ക്ലാസ് അല്ല, ഒരു വട്ടം കൺസെപ്റ്റ് ഒരു ഭാഗത്ത് നിന്ന് കണ്ടു കഴിഞ്ഞാൽ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി തിയറി കേൾക്കരുത് എന്ന് ഞാൻ പറയാം. കാരണം ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത് വേറെ വേറെ രീതിയിലാണ്. അപ്പോൾ ഓരോരുത്തരും ഒരാൾ പറഞ്ഞിട്ടുള്ളത് മൊത്തം പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ഒരു സ്റ്റൈലായിട്ടും പറഞ്ഞിട്ടുണ്ടാവും. വീണ്ടും വേറെ ഒരാൾ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് തോന്നും ഇവരൊക്കെ മൊത്തമായിട്ട് പറഞ്ഞില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയല്ല, അത് അവര് മൊത്തമായിട്ട് പറയുന്ന ഒരു സ്റ്റൈലിലാണ്. അപ്പോൾ മനസ്സിലായി. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡിഫറെന്റ് സോഴ്സ് ഉപയോഗിക്കാം. കൺഫ്യൂസ്ഡ് ആയി പോകരുത്. നമ്മളെ നോട്ട്സിൽ ഉള്ളത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് തന്നെ മൂവ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. കൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി അതിനാണ് കൺസെപ്റ്റ് ബിൽഡ് ചെയ്യുന്നത്. കൺസെപ്റ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ ട്രസ്റ്റ് ചെയ്യാം. ഞാൻ പറയാം 110% ഇവരെ കൺസെപ്റ്റിനെ ട്രസ്റ്റ് ചെയ്യാം. അത് സംശയം വരും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ. എനിക്കാണെങ്കിലും സംശയം ഉണ്ടാവും, ഇത് മതിയോ, ഇതിന്റെ അപ്പുറം ഉണ്ടോ, ഇത് മതി, കൺസെപ്റ്റ് ഇത് മതി, ബാക്കി നമ്മൾ ഇതിൽ ബിൽഡ് ചെയ്യുക. അല്ലാണ്ട് ആർക്കും ഈ സ്പൂൺ ഫീഡ് ചെയ്ത് ക്വസ്റ്റ്യൻ ഇതാണ് ആൻസർ ഇതാണെന്ന് പഠിപ്പിക്കാൻ. കൺസെപ്റ്റ് പഠിക്കുക, അതിൽ വെച്ചിട്ട് നമുക്ക് ആ ഇൻസ്റ്റന്റ് ഇപ്പോൾ 3 മണിക്കൂറിൽ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നത്, ആ 1 മിനിറ്റിന്റെ ഉള്ളിൽ നമ്മൾ ഏതൊക്കെ തോട്ട്സിൽ പോകണം. 2 ക്വസ്റ്റ്യൻസ് അടക്കം കാണണം, 2 ക്വസ്റ്റ്യൻസ് കാണണം, 4 ഓപ്ഷൻ വായിക്കണം, 4 ഓപ്ഷനെയും പുറത്താക്കിയിട്ട് അതിന് ഒന്നിനെ കിട്ടണം. അത് ഭയങ്കര ഇതാണ്. അപ്പൊ ക്വസ്റ്റ്യൻസ് കാണണം, അത് തന്നെയാണ് മെയിൻ. പക്ഷെ കൺസെപ്റ്റ് ആണ് ആദ്യം തലയിൽ ഓടേണ്ടത്. ക്വസ്റ്റ്യൻ കാണാണ്ട് പഠിക്കുന്ന സിസ്റ്റം ഒക്കെ പോയി. ഇപ്പോൾ MCQ പ്രാക്ടീസിനെ കുറിച്ച് പറഞ്ഞു. എങ്ങനെയായിരുന്നു ഒരു ലാസ്റ്റ് ഒരു പീക്ക് ടൈമിലൊക്കെ എത്രത്തോളം MCQs ചെയ്തിട്ടുണ്ടായിരുന്നു? പീക്ക് ടൈമിൽ MCQ തന്നെയാണ്, ഫുള്ളി ലോഡഡ് വിത്ത് MCQ ആണ്. അത് 1000 എബോ. ഞാൻ കഴിഞ്ഞ തവണ തന്നെ 1000 എബോ ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇക്കുറി അതുപോലെ തന്നെ 1000 എബോ തന്നെ നമ്മൾ ചെയ്യേണ്ടി വരും. ഇപ്പൊ കണ്ട ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ തെറ്റിച്ച ക്വസ്റ്റ്യൻസ്, മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെയൊക്കെ തന്നെ പ്രിഫർ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഡ്രോപ്പായി പോകുന്നതാണ്. പകുതി വെച്ച് പഠിച്ചിട്ട് പിന്നെ ഒന്ന് താഴെ പോകുന്നു. എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ കുറേ കുട്ടികൾ ഉള്ള സ്ഥലത്ത് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും അതിൻ്റെ പോസിറ്റീവ് സൈഡ് ഉണ്ട്, പക്ഷെ അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ട്. അത് ആരും പറയാത്ത നെഗറ്റീവ് സൈഡാണ്. അതായത് 300, 400 റാങ്കിലൊക്കെ അവിടെ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരേ ടീം ആൾക്കാരായിരിക്കും ഉണ്ടാവുക. പക്ഷെ അതിൻ്റെ താഴെ ഒരു 1000 താഴെ പോകുന്ന ആൾക്കാരെ മൈൻഡ് സെറ്റ് ആരും കാണൂല. കാരണം അവർക്ക് എത്ര ട്രൈ ചെയ്ത് കഴിഞ്ഞാലും മേലോട്ട് ഇങ്ങനെ കയറാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു കോമ്പറ്റീഷൻ വേണം. അതിൽ നമ്മൾ മൈൻഡ് സെറ്റാണ്. ഇപ്പം നമ്മൾ 1000-ലാണെന്നുണ്ടെങ്കിലും നമ്മുടെ എക്സാം എഴുതുമ്പോൾ 3 മണിക്കൂർ നമ്മളാണ് കിങ് എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് വേണ്ടത്. ഇപ്പോൾ നിയാസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇനീഷ്യൽ ടൈംസിലേക്ക് എത്ര ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നത്? പിന്നെ എങ്ങനെയാണ് ഗ്രാജുവലി അത് ഗ്രാഫ് കൂടിയത്? നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, ഏത് ആൾക്കാരാണെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക പൾസ് വെച്ചിട്ടാണ്.
അപ്പോൾ പൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പഠിച്ചിട്ടാണെന്നുണ്ടെങ്കിലും പൾസിൽ വേറെ സെറ്റ് ഓഫ് കൺസെപ്റ്റ്സ് ഉണ്ടാവുക. അപ്പോൾ അത് ബിൽഡ് ചെയ്തെടുക്കാൻ കുറേ സമയം എടുക്കും. ഇപ്പോൾ ഇനീഷ്യൽ സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ ഒരു 200 ഒക്കെ മാക്സിമം എങ്ങനെ നോക്കി കഴിഞ്ഞാലും അതിൻ്റെ ഇടയ്ക്ക് ഉറക്കം വരും, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഉണ്ടാവും. എന്നാലും ഒരു 200-300 ക്വസ്റ്റ്യനൊക്കെ മാക്സിമം ഒരു ദിവസം നമുക്ക് ചെയ്യാൻ കഴിയും. കാരണം കൺസെപ്റ്റ് വായിക്കണം, അതിൻ്റെ എക്സ്പ്ലനേഷൻ വായിക്കണം, എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ തുടക്കത്തിൽ ഇനീഷ്യലി കുറച്ചായിരിക്കും, പക്ഷെ ഒരു റൗണ്ട് അതാണ് നമ്മൾ തിയറി പഠിക്കുന്നതിൻ്റെ കൂടെ ഈ പൾസ് ചെയ്യണം എന്നുള്ളതൊക്കെ പറയുന്നത്. അത് തിയറി കഴിയുന്നതോടൊക്കെ തന്നെ നമുക്കൊരു പൾസ് ഒരു റൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് റൗണ്ട് ആകുമ്പോഴേക്കും നമുക്ക് ഫാസ്റ്റ് ആകും. കാരണം അറിയുന്ന ക്വസ്റ്റ്യൻസിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ വായിക്കാൻ പോവില്ല, അറിയാത്തതിനെ മാത്രം പഠിച്ച് അങ്ങനെ കുറഞ്ഞ് അവസാനം. അതുകൊണ്ടാണ്, അല്ലാണ്ട് എല്ലാവരും എല്ലാ ക്വസ്റ്റ്യൻസും ഇങ്ങനെ കണ്ടിട്ടല്ല 8 പ്രാവശ്യം 9 പ്രാവശ്യം ഒന്നും പറയാം. മാർക്ക് ചെയ്തിട്ടുണ്ടാവും, ആ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കാണുമ്പോൾ ബാക്കിയൊക്കെ നമുക്ക് ഓൾറെഡി കോൺഫിഡൻ്റ് ആണ് അത് ശരിയായിട്ടുണ്ടാവും എന്നുള്ളത്. നിയാസ് ഇന്റേൺഷിപ്പിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം എപ്പോഴാണ് ആക്ച്വലി? ഇന്റേൺഷിപ്പിന്റെ സമയത്താണ്. അത് കുറേ കോളേജസിൽ ടൈം ഷെഡ്യൂൾ ഒരു പ്രശ്നമാണ്. ചില കോളേജിൽ നമ്മളുടെ നാട്ടിലൊക്കെ ഒരു 8 to 2 ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബൾക്ക് ടൈം ഉണ്ട്. പക്ഷെ ചില കോളേജസുകളിലൊക്കെ 2 to 4 വരെയാണ്. അത് ഞാൻ നന്നായിട്ട് പഠിക്കുന്ന ആളുകൾക്കാണെങ്കിൽ എവിടെ നിന്നിട്ടാണെങ്കിലും പഠിക്കാൻ പറ്റും. അല്ലാത്തൊരു എന്നെ പോലെയുള്ളവർ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ഈ സിറ്റുവേഷൻസിൽ ഇന്റേൺഷിപ്പ് ടൈം ഫ്രീ ടൈം കുറേ ഉണ്ട്. ഫ്രീ ടൈം ഇല്ലാത്ത സ്ഥലത്ത് എനിക്ക് അത്ര അറിയില്ല എങ്ങനെ എത്രമാത്രം പോസിബിൾ ആണ് ക്ലാസ് കേൾക്കാനും ചെയ്യാനുള്ള സമയമൊക്കെ. ഇവിടെ ഡെഫിനറ്റ് ആയിട്ടും കേരളത്തിലെ എല്ലാ കോളേജസും ഈ ടൈമാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്റേൺഷിപ്പ് ടൈം ഫ്രീ ടൈമാണ്, കുറേ സമയം വെറുതെയാണ്. അപ്പം ആ ടൈം യൂട്ടിലൈസ് ചെയ്താൽ ഇന്റേൺഷിപ്പിന്റെ ആ ഒരു എൻജോയ്മെന്റ് കുറച്ച് കുറയും. ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ടാണ് എല്ലാ എൻജോയ്മെന്റും എടുത്തിട്ടാണ് ഞാൻ അടുത്ത് പോയത്. ഇല്ലെങ്കിൽ പിന്നെ റിഗ്രറ്റ് അടിച്ചു. അതൊരു റിഗ്രറ്റ് ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ ശ്രദ്ധിക്കേണ്ടത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എൻജോയ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഒന്നുകൂടി പ്രിപ്പയർ ചെയ്യാൻ തെറ്റൊന്നുമില്ല. കാരണം ഈ ഒരു വർഷം പോകുന്നതൊക്കെ നോർമലാണ്. നമ്മൾ ഓൾറെഡി മെഡിക്കൽ ഫീൽഡിലാണ്, ഓൾറെഡി ലേറ്റ് ആയിട്ടേ നമ്മൾ സെറ്റിൽ ആവുള്ളൂ. അതിൽക്ക് ഒരു വർഷം കൂടെ പ്രിപ്പറേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർക്കുള്ള അഡ്വൈസ് എല്ലാവരും എനിക്ക് പറയാൻ ആകെ ഒരു കാര്യമുള്ളൂ. അതായത് പഠിക്കുകയാണെങ്കിൽ ടൈം ടേബിൾ ഇട്ട് മാത്രം പഠിക്കുക. ഇല്ലാതെ ഒരു പഠിത്തം ഒരറ്റത്ത് എത്തൂല. ഇപ്പോൾ ഒരു ദിവസത്തിന് നമ്മൾ 10 മണിക്കൂറാണ് പഠിക്കുന്നതെങ്കിൽ ആ 10 മണിക്കൂറിന് ഷെഡ്യൂൾ വേണം. അത് അന്ന് രാവിലെ അല്ല ഇടേണ്ടത്, തലേന്ന് ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ഇടണം. എന്നാലേ നമുക്ക് രാവിലെ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഇല്ലാത്ത സമയത്തിന് സംബന്ധിച്ച് രാവിലെ നമ്മൾ ആലോചിക്കും ഏത് സബ്ജക്റ്റ് പഠിക്കണം. ഇപ്പോൾ നമുക്ക് രാവിലെ ഇപ്പോൾ ഒരു ഫാർമക്കോളജി ആണെന്ന് എഴുതിക്കോ. അപ്പോൾ രാവിലെ നമുക്ക് ഓൾറെഡി ഫാർമക്കോളജി പഠിക്കണ്ട എന്നുള്ള മൈൻഡൊക്കെ ആവും. അപ്പോൾ ഡെഫിനറ്റ്ലി തലേന്നെ ബ്രെയിനെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ പഠിക്കാൻ കഴിയും. അപ്പോൾ ഓരോ ഹവർ വെച്ച് പഠിക്കുക. ഓരോ ഹവറിൽ വെച്ചത് കംപ്ലീറ്റ് ആയോ എന്ന് ഒരിക്കലും നോക്കരുത്. ഒരിക്കലും തീരാത്തൊരു കടലാണിത്. അപ്പോൾ 1 മണിക്കൂറിൽ നമുക്ക് എത്ര അറ്റൻഡ് കഴിയുന്നോ അവിടെ നിർത്തുക. അടുത്ത ഹവറിൽ അടുത്ത പ്ലാൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. ഇല്ലാണ്ട് ഇത് മുന്നോട്ട് പോവില്ല. അതായത് ഈ ഫോം അടിക്കരുത്, ഞാൻ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലല്ലോ. നമ്മളെ ടാർഗറ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ട് എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻസ് കൊണ്ടുപോകുന്നത്. ഇത് എവിടുന്ന് കംപ്ലീറ്റ് ആണ്? കാരണം ക്വസ്റ്റ്യൻ ഇതിനൊരു കംപ്ലീറ്റ് സിലബസ് ഓറിയന്റഡ് ആയിട്ടൊന്നല്ല നടക്കുന്നത്. നമുക്കിപ്പോ ഔട്ട് ഓഫ് സിലബസ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഒന്നും വരാനില്ല. ഉള്ള കൺസെപ്റ്റിൽ തെറ്റുന്നുണ്ടോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളെ കണ്ടന്റ് ശരിയാക്കണ്ടോന്ന് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. അത് മാത്രം ആലോചിച്ചാൽ മതി. നമ്മൾ അറിയുന്ന സാധനം എത്രമാത്രം ശരിയാക്കുന്നുണ്ട്. അല്ലാണ്ട് ഈ 240 ക്വസ്റ്റ്യനിൽ 200 ക്വസ്റ്റ്യൻ അല്ലേ മാക്സിമം ശരിയാക്കുന്നുള്ളൂ. ബാക്കി 40 ക്വസ്റ്റ്യൻ തെറ്റിക്കുന്നുണ്ട്. അത് എല്ലാവർക്കും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതെന്തായാലും വരും, അത് വിടുക. അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാതിരിക്കും. ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി ചെയ്തിട്ടേ ഞാൻ എക്സാം എഴുതുള്ളൂ, കംപ്ലീറ്റ്ലി ചെയ്തിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള കുട്ടികൾക്കുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അഡ്വൈസ് ആണ്. എന്തായാലും നമ്മുടെ കണ്ടന്റിനെ വിശ്വസിച്ച് നമ്മൾ അതിനെ മാക്സിമം ഇതാക്കാൻ നോക്കുക. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിനെ നമ്മൾ മിസ് ചെയ്യരുത്. ഡെഫിനറ്റ്ലി ഔട്ട് ഓഫ് സിലബസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് വരും. ബട്ട് നമ്മളെ കണ്ടന്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യരുത്, അത് മിസ് ചെയ്യരുത് എന്നുള്ളതാണ് നിയാസ് നമ്മളോട് ഷെയർ ചെയ്തത്. ഫൈനലായിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നീറ്റ് MDS എന്നുള്ളത് ഭയങ്കര കോമ്പറ്റീറ്റീവ്നെസ് നിറഞ്ഞൊരു എക്സാം തന്നെയാണ്. ബട്ട് നമുക്കൊരു ഡിറ്റർമിനേഷൻ ഉണ്ട്, നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഷെഡ്യൂൾഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അച്ചീവബിൾ ആയിട്ടുള്ളൊരു സാധനം തന്നെയാണെന്നുള്ളതാണ് നമുക്ക് ടോപ്പേഴ്സ് വരെ ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവാൻ കഴിഞ്ഞത്. സോ നിയാസ് ഡെഫിനറ്റ്ലി ഇത്തവണത്തെ കൗൺസിലിങ്ങിൽ പങ്കെടുത്ത് INA റിസൾട്ട് റാങ്ക് 40 ആണ്, ഓൾ ഇന്ത്യ റാങ്ക് 193 ആണ്. ഡെഫിനറ്റ്ലി നിയാസിന് വിചാരിച്ചൊരു സീറ്റ്സ് ഓർത്തോ MFS ബാക്കി കാര്യങ്ങളൊക്കെയാണ് നിയാസ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ അതിൽ തന്നെ സീറ്റ് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. MDSൻ്റെ ലൈഫിലും നല്ല കളേഴ്സ് ആയിട്ടുള്ള നിയാസിൻ്റെ ആഗ്രഹിച്ച പോലത്തെ ലൈഫ് കിട്ടട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.